മുല്ലപ്പെരിയാറിൽ പുതിയ ഡാം പണിയാൻ കേരളത്തെ അനുവദിക്കില്ല എന്ന തമിഴ്നാട് മുഖ്യമന്ത്രി വിജയുടെ പ്രസ്താവന കേരളത്തിൽ ഏറെ ചർച്ചയാവുകയുണ്ടായി. മാത്രമല്ല, മുല്ലപ്പെരിയാർ സൂപ്പർവൈസറി കമ്മിറ്റിയിൽ നിന്നും കേരളത്തിൻ്റെ പ്രതിനിധിയെ ഒരു മുന്നറിയിപ്പുമില്ലാതെ കേന്ദ്ര ഗവൺമെൻറ് പിൻവലിച്ചതും കേരളം ചർച്ച ചെയ്യുകയുണ്ടായി. ഇതിനെ തുടർന്ന് ഇടുക്കി MP ഒരു സോഷ്യൽ മീഡിയയിലൂടെ കേരളത്തെ പുതിയ ഡാം പണിയും എന്ന ഒരു പ്രസ്താവന കാണുകയുണ്ടായി. മുല്ലപ്പെരിയാറിൽ പുതിയ ഡാം പണിയുമെന്ന പ്രസ്താവന, അല്ലെങ്കിൽ തമിഴ്നാടിനെ വെല്ലുവിളിച്ചുകൊണ്ട് കേരളത്തിൽ പുതിയ ഡാം പണിയുമെന്ന ഇടുക്കി MP ശ്രീ ഡീൻ കുര്യാക്കോസിൻ്റെ പ്രസ്താവന കാര്യങ്ങളെ വ്യക്തമായി മനസ്സിലാക്കാതെയുള്ള ഒരു പ്രസ്താവനയായി വേണം കരുതാൻ. മുല്ലപ്പെരിയാറിൽ പുതിയ ഡാം എന്നത് നിലവിലുള്ള ഡാമിനേക്കാൾ ഭീമാകാരനായ ഒരു ഡാമാണ് കേരളം പണിയുമെന്ന് പറയുന്നത്. നിലവിലുള്ള ഡാമിൻ്റെ 1350 അടി പുറകിലാണ് പുതിയ ഡാം. ഈ പുതിയ ഡാമിന് 60 അടി ഉയരം കൂടും, 600 അടി നീളം കൂടും. ഈ പുതിയ ഡാമിൽ ഉൾക്കൊള്ളാൻ പോകുന്ന വെള്ളത്തിൻ്റെ അളവ് ഇന്നുള്ള ഡാമിനേക്കാൾ 40% കൂടും എന്ന യാഥാർത്ഥ്യം ശ്രീ ഡീൻ കുര്യാക്കോസ് തിരിച്ചറിഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. 2014 സുപ്രീം കോടതിയുടെ 5-അംഗ ഭരണഘടനാ ബെഞ്ചിൻ്റെ ചീഫ് ജസ്റ്റിസ് RM ലോധ അധ്യക്ഷനായ 5-അംഗ ഭരണഘടനാ ബെഞ്ചിൻ്റെ ഒരു വിധി വന്നിരുന്നു. ആ വിധിയിൽ സുപ്രീം കോടതി പറയുന്നു, തമിഴ്നാടിന് വെള്ളവും കേരളത്തിന് സുരക്ഷയും ഉറപ്പാക്കാൻ ഒരു പുതിയ ടണൽ നിർമ്മിക്കണമെന്ന് പറഞ്ഞിരുന്നു എന്നുള്ളത് ഇടുക്കിയുടെ ബഹുമാനപ്പെട്ട MP അറിഞ്ഞിരുന്നോ എന്ന് എനിക്ക് സംശയമുണ്ട്. എന്തായാലും ഒരു പുതിയ ടണൽ നിർമ്മിച്ച്, അത് കോടതി പറയുന്നത് 50 അടിക്ക് ഒരു പുതിയ ടണൽ, നിലവിലുള്ള തമിഴ്നാട്ടിലേക്ക് വെള്ളം കൊണ്ടുപോകുന്ന ടണലിനേക്കാൾ താഴ്ന്ന വിധാനത്തിൽ മറ്റൊരു ടണൽ നിർമ്മിച്ച് ഡാമിലെ ജലനിരപ്പ് താഴ്ത്തി കേരളത്തിന് സുരക്ഷയും തമിഴ്നാടിന് വെള്ളവും ഉറപ്പാക്കുന്ന ഈ വിധി നടപ്പാക്കാനാണ് കേരളത്തിലെ ജനപ്രതിനിധികൾ മുന്നിട്ടിറങ്ങേണ്ടത്. നാളുകളിൽ കേരളത്തിന് വലിയ വിപത്തുണ്ടാക്കുന്ന ഭീമാകാരനായ രണ്ടാമത്തെ ഡാം അല്ല നാം ഉണ്ടാക്കാൻ ശ്രമിക്കേണ്ടത്. മറിച്ച് ഡാമിലെ ജലനിരപ്പ് താഴ്ത്താൻ കഴിയുന്ന അപകടരഹിതമായ വിധത്തിൽ മുല്ലപ്പെരിയാർ താഴ്വാരങ്ങളിലെ ജനങ്ങളെ അപകടത്തിൽ നിന്നും എക്കാലവും രക്ഷിക്കാൻ കഴിയുന്ന ഒരു പുതിയ ടണൽ നിർമ്മിച്ച് ജലനിരപ്പ് താഴ്ത്തുന്ന സുപ്രീം കോടതി വിധി നടപ്പാക്കാനാണ് ജനപ്രതിനിധികൾ ശ്രമിക്കേണ്ടത്. പുതിയ ഡാമിന് വേണ്ടിയല്ല മുറവിളി കൂട്ടേണ്ടത്. ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് മുല്ലപ്പെരിയാറിൽ പുതിയ ഡാം പണിയും എന്ന് മാറി മാറി വരുന്ന ജനപ്രതിനിധികൾ, പ്രത്യേകിച്ച് ഇടുക്കിയുടെ ജനപ്രതിനിധികൾ കാലങ്ങളായി പറയുന്ന ഒരു പാഴ്വാക്കാണ് മുല്ലപ്പെരിയാറിൽ പുതിയ ഡാം പണിയുമെന്നത്. അത് തമിഴ്നാടിൻ്റെ എതിർപ്പ് മാത്രമല്ല അതിന് കാരണം. രണ്ടാമതൊരു ഡാം മുല്ലപ്പെരിയാറിൽ അസാധ്യമാണ്. അത് കേരളത്തിലെ ജനങ്ങളെ കൂടുതൽ ദുരിതത്തിലാഴ്ത്തുന്ന, കേരളത്തിലെ ജനങ്ങളെ കൂടുതൽ ഭീതിയിലാഴ്ത്തുന്ന ഈ രണ്ടാമത്തെ ഡാം കേരളത്തിന് ആവശ്യമില്ല. നമുക്കൊരു പുതിയ ടണൽ നിർമ്മിച്ച് 2014 സുപ്രീം കോടതി മെയ് 7 ഇറക്കിയ സുപ്രീം കോടതിയുടെ വിധിയിൽ പറഞ്ഞിരിക്കുന്ന പുതിയ ടണൽ നിർമ്മിച്ച് ജലനിരപ്പ് താഴ്ത്തി മുല്ലപ്പെരിയാർ ഡാം ഡീകമ്മീഷൻ ചെയ്യാനുള്ള വഴിയുണ്ടെന്നിരിക്കെ താരതമ്യേന ചെലവ് കുറഞ്ഞ ഈ ടണൽ 100-200 കോടി രൂപയ്ക്ക് ഉണ്ടാക്കാവുന്ന ഒരു ടണൽ
3000 കോടി രൂപയുടെ ഡാമിനേക്കാൾ എത്രയോ നല്ലതാണ്. സുപ്രീം കോടതി പറയുന്നുണ്ട് കേരളത്തിന് സുരക്ഷയും തമിഴ്നാടിന് വെള്ളവും ഉറപ്പാക്കാൻ ഈ പുതിയ ടണൽ നിർമ്മിക്കണമെന്നാണ് 2014 ചീഫ് ജസ്റ്റിസ് RM ലോധ അധ്യക്ഷനായ അഞ്ചംഗ ഭരണഘടനാ ബെഞ്ച് പറഞ്ഞിരിക്കുന്നത്. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ആത്മവിദ്യാലയമേ ഇതിനകത്തിരുന്ന പുട്ട് പോലെ പുഴുങ്ങിയെടുക്കാലോ. എന്റെ പപ്പ ഈ മൂട്ട പോലത്തെ പാട്ട വണ്ടി ഒന്ന് മാറ്റിക്കൂടെ? ഈ വണ്ടി മാറ്റിയിട്ട് ഒരു പരിപാടിയില്ല. അത് നിങ്ങൾ ആലോചിക്കാൻ വേണ്ട. എന്നാ പിന്നെ ഇതൊന്ന് മോഡിഫൈ ചെയ്തുകൂടെ? മോഡിഫൈ ചെയ്യോ? അതെന്നാ കുറിച്ച എക്സ്ട്രാ ഫിറ്റിംഗ്സ് ഒക്കെ നടത്തി അടിപൊളിയാക്കാം. കാറ് പിന്നെ വേറെ ലെവലാ. എന്നാ വണ്ടി നേരെ ക്യാപിറ്റൽ കാർ ഫാൻസിലോട്ട് കിട്ടും. ജില്ലയിലെ ഏറ്റവും വലിയ കാർ ഫാൻസി ഷോറൂം ക്യാപിറ്റൽ കാർ ഫാൻസി, ഓപ്പോസിറ്റ് ഗവൺമെന്റ് ട്രൈബൽ സ്കൂൾ, കട്ടപ്പന. അത്യാധുനിക ടെക്നോളജിയിൽ വീൽ അലൈൻമെന്റ് ആൻഡ് വീൽ ബാലൻസിംഗ്, വിദഗ്ധരായ ടെക്നീഷ്യൻസ്മാരുടെ സേവനം, ഏറ്റവും വിലക്കുറവിൽ ഇന്ത്യൻ ആൻഡ് ഇമ്പോർട്ടഡ് ടയേഴ്സ്, മ്യൂസിക് സിസ്റ്റം, സീറ്റ് കവർ, പവർ വിൻഡോ, റെക്സിൻ, ഫ്ലോർ മാറ്റുകൾ തുടങ്ങി എല്ലാവിധ ആക്സസറീസുകളും. അങ്ങനെ ക്യാപിറ്റൽ കാർ ഫാൻസിയിലെത്തിയപ്പോ ഞങ്ങളും അടിപൊളിയായി. അമ്പടെ ജിഞ്ചിനാക്കിടി. ക്യാപിറ്റൽ കാർ ഫാൻസി, ഓപ്പോസിറ്റ് ഗവൺമെന്റ് ട്രൈബൽ സ്കൂൾ, കട്ടപ്പന.